നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, തീരദേശത്തുള്ള എല്ലാ കാര്യങ്ങളിലും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തി മത്സ്യത്തൊഴിലാളി സംഘടനകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഒക്കെയായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് വേണം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ. ഒരു മാസമല്ലേ ആയുള്ളൂ അദ്ദേഹം മന്ത്രിയായിട്ട്. KPCCക്കൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ വരും. അതിനൊന്നും പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസസ്സിങ് സമയം ഉണ്ടാകുമല്ലോ. ഒരുപാട് കാര്യം, ഒരു പുതിയ ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. ഒരു ഗവൺമെൻറ് വന്നതേ ഉള്ളൂ, ഒരു മാസമേ ആയിട്ടുള്ളൂ. ആ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആശങ്കകൾ ഉണ്ടാവും ചില ഭാഗത്ത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമുണ്ടാവും. പുതിയ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പം മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. അതൊന്നും ഇപ്പം അങ്ങനെ കാണേണ്ടത്. അതിനെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു ഗവൺമെൻറ് വന്നു. ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് പ്രഖ്യാപനം, എത്രയോ നല്ല പ്രഖ്യാപനങ്ങൾ ആ ബഡ്ജറ്റിലുണ്ടായി. ജനങ്ങൾ കാത്തിരുന്ന ഒരുപാട് നല്ല പ്രഖ്യാപനങ്ങളുണ്ടായി. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര നല്ല കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ചില ആശങ്കകൾ അതും കൂടെ ദൂരീകരിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് മുന്നിലുള്ള കാര്യം. അതിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ നയപരമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പാർട്ടി തലത്തിലും കൂടെ ചർച്ച ചെയ്യും. മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പം 100 പേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് പാർട്ടിയുടെ പരിപാടി നിങ്ങൾ നന്നായി കാണിക്കുന്നത് നല്ലതാണ്, കാണിച്ചോട്ടെ. അവരുടെ സമീപനങ്ങളും നല്ല സമീപനങ്ങളാണ്, പ്രോത്സാഹിപ്പിക്കട്ടെ. പക്ഷേ ഞങ്ങൾ എത്ര സമരങ്ങളാണ് നടത്തുന്നത്? ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭങ്ങൾ, NSUI യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭം കാണിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഊഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ജനാധിപത്യത്തെ ഇല്ലാതാക്കിയിട്ട് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, ആ പിടിച്ചെടുത്ത ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ കുത്സവ ശ്രമങ്ങളുമാണ് മോഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ പാർട്ടികളെയും വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് വളർത്തുന്നത്? ആദർശം കൊണ്ടാണോ വളർത്തുന്നത്? നമുക്ക് സമ്മതിക്കാം, ആദർശം കൊണ്ടൊരാൾ പെട്ടെന്ന് മാറിപ്പോകുന്നു. പണവും അധികാരവും കൊടുത്ത് കോടിക്കണക്കിന് രൂപ വില പറഞ്ഞ് ജയിച്ച MP-മാരെ മാറ്റിയെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ ബില്ല് കഴിഞ്ഞ പാർലമെൻറ്റിൽ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട ബില്ല് വീണ്ടും കൊണ്ടുവന്ന് പാസ്സാക്കാൻ എങ്ങനെ കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കും? അതിനൊരു വഴിയേ ഉള്ളൂ, പാർട്ടികളെ ഭിന്നിപ്പിക്കണം.